ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിർമ്മാണ മേഖലയിലെ വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിക്കുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ. ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കമ്പ്യൂട്ടർ സെന്റർ 2025-26 വർഷ കോഴ്സുകളുടെ ബ്രോഷർ പുറത്തിറക്കി. ഓണം നന്മയുടെ ആഘോഷമാണെന്നും ഓണത്തിലൂടെ നന്മയുടെ മൂല്യങ്ങൾ നിലനിർത്താൻ കഴിയുന്നുണ്ടെന്നും ഹൈബി ഈഡൻ MP. കോഴിക്കോട് കോർപ്പറേഷന്റെ വയോജനോത്സവത്തിൽ ആട്ടവും പാട്ടുമായി മുതിർന്ന പൗരർ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നിർമ്മാണ മേഖലയിലെ വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിക്കുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ. ഒക്ടോബർ 1 മുതൽ വാടക നിരക്കിൽ വർധനവ് ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മെഷീനറികളിലും വാഹനങ്ങളിലും അതിനൂതനമായ സാങ്കേതികവിദ്യ നിലവിൽ വന്നതുകൊണ്ട് സർക്കാരിന്റെ നിർദ്ദേശാനുസരണം ടെക്നോളജിയിൽ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ കമ്പനികളെല്ലാം മെഷീന് 10 മടങ്ങ് വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ ഇന്ധനവില, തൊഴിലാളികളുടെ വേതനം, ഇൻഷുറൻസ്, റോഡ് നികുതി, അനവധി പ്രശ്നങ്ങളാണുള്ളത്. അതുകൊണ്ട് വാടക വർധനവ് അനിവാര്യമായിരിക്കുകയാണ്. കൂടാതെ സർക്കാർ തലത്തിൽ നിന്ന് പെർമിറ്റുകൾ ലഭിക്കുന്ന, ഈ മെഷീനറികൾ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റുകൾ ലഭിക്കുന്ന കാലതാമസം, അതുപോലെ ടിപ്പറുകൾ ഓടാൻ സമയ നിയന്ത്രണമെല്ലാം ഉള്ളത് കൊണ്ട് ഈ വാഹനങ്ങൾ ഓടിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് വാടക നിരക്കുകൾ വർദ്ധിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാത്തത് കൊണ്ടാണ് ഒക്ടോബർ 1 മുതൽ സംഘടന വാടക വർധനവ് 10 മുതൽ 20% വരെ വർദ്ധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്ക് വിവിധ വകുപ്പുകളുടെ നിയന്ത്രണങ്ങളും തുടർച്ചയായ പിഴ ചുമത്തലുകളും സർവീസിലെ സമയ നിയന്ത്രണവും കാരണം നിലനിൽപ്പിനെ ബാധിച്ചതായി കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. ഒക്ടോബർ 1 മുതൽ എക്സ്കവേറ്റർ, ബാക്ക്ഹോ, ക്രെയിൻ, ടിപ്പർ തുടങ്ങിയ വാഹനങ്ങളുടെ വാടക നിരക്കിൽ 10% മുതൽ 20% വരെ വർധന ഉണ്ടാകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി CP സമീർ ബാബു, ജില്ലാ പ്രസിഡന്റ് വിൻസ് മാത്യു വിലങ്ങുപാറ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കമ്പ്യൂട്ടർ സെന്റർ 2025-26 വർഷ കോഴ്സുകളുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു. കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന് നൽകി പ്രകാശനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ സംഘടിപ്പിച്ച വയോജനോത്സവത്തിൽ ആട്ടവും പാട്ടുമായി മുതിർന്ന പൗരർ. പ്രായം മറന്ന മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് വയോജനോത്സവം തങ്ങളുടെ കഴിഞ്ഞ കാലത്തേക്കുള്ള തിരിച്ചുപോക്ക് കൂടിയായി. ഇത്തവണയെങ്കിലും എന്റെ കാമധേനയിൽ തന്നെ അടിക്കണം. കണ്ടംകുളം ജൂബിലി ഹാളിൽ ആരംഭിച്ച കോർപ്പറേഷന്റെ വയോജനോത്സവം ഒട്ടേറെ രസകരമായ മുഹൂർത്തങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. 60-നും 80-നും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു ഒപ്പനയിലും തിരുവാതിരക്കളിയിലുമെല്ലാം പങ്കെടുത്തത്. വയോജനോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയവർ പ്രായവും ശാരീരിക അവശതകളുമെല്ലാം മറന്ന് ആടിപ്പാടി. അർബൻ 1 ഉൾപ്പെട്ട മാങ്കാവ്, പയ്യാനക്കൽ, മുഖദാർ, കല്ലായി എന്നിവിടങ്ങളിൽ നിന്നുമുള്ള 165 മുതിർന്ന പൗരന്മാരാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. ഒപ്പന, തിരുവാതിരക്കളി, കപ്പിൾ ഡാൻസ്, മോണോ ആക്ട്, ലളിതഗാനം, സംഘഗാനം, ദേശഭക്തി ഗാനം എന്നിവയിൽ മത്സരങ്ങൾ നടന്നു.
കണ്ണു നിർപ്പൈക കടവില പെണ്ണിനെ കണ്ടിട്ടറിഞ്ഞില്ല ഗന്ധർവൻ കാനനമാധവം പാടി നടന്നവൾ പാതിര പൈങ്കിളിയായി ഇന്നൊരു പാതിര പൈങ്കിളിയായി ഗംഗയൊഴുകുന്ന നാട്ടിൽ നിന്നൊരു ഗന്ധർവനീ വഴി വന്നു. വയോജനോത്സവം ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ P ദിവാകരൻ അധ്യക്ഷനായിരുന്നു. സ്ഥിരം സമിതി ചെയർമാൻ PK നാസർ, കൗൺസിലർമാരായ K മൊയ്തീൻ കോയ, ഓമന മധു, MC സുധാമണി, K റംലത്ത്, CDPO നൂർജഹാൻ, മേലടി നാരായണൻ, N ലത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാറിന്റെ തലസ്ഥാനമായ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സെൻട്രൽ സ്റ്റേഷനാക്കി കല്ലായിയിലും വെള്ളയിലും സ്റ്റേഷൻ വികസിപ്പിച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് നാഷണൽ ജനതാദൾ. ഈ ആവശ്യമുന്നയിച്ച് സെപ്റ്റംബർ 27-ന് റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്നും ജില്ലാ കമ്മിറ്റി അറിയിച്ചു. നമുക്കറിയാലോ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് നിന്ന് തിരിയാതെ പണി നടത്തുന്നുണ്ടാണ്. എന്നിരുന്നാൽ പോലും വേണ്ടത്ര വണ്ടികളില്ലാത്തതും. അപ്പൊ ഞങ്ങൾ അതിന് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം കോഴിക്കോട് വെള്ളയിൽ സ്റ്റേഷനും അതുപോലെ തന്നെ കല്ലായി സ്റ്റേഷനും വികസിപ്പിച്ചുകൊണ്ട് ഏതായാലും ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ വെള്ളയിൽ സ്റ്റേഷനെ കോഴിക്കോട് നോർത്താക്കി കല്ലായി സ്റ്റേഷനെ സൗത്ത് ആക്കിയും കൊണ്ടും ഒരു വികസന പ്രവർത്തനം അതിലുണ്ടാവണം. അതുകൊണ്ട് ഇത് എല്ലാവരും സഹകരിച്ചാൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പലപ്പോഴും രാത്രി കാലങ്ങളിൽ കോഴിക്കോട് നിന്നൊരു 3 ട്രെയിന് മാത്രമാണ്. ഇപ്പൊ അതുപോലെ തന്നെ മദ്രാസിൽ നിന്ന് വരുന്ന ട്രെയിനിൽ ഷൊർണൂർ ഇറങ്ങാൻ പറ്റാത്ത ഒരു വിഷയമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് ജനശ്രദ്ധയെ കൊണ്ടുവരികയും അപ്പൊ അത് എല്ലാവരോടും സഹകരിച്ച് നമുക്ക് ഇപ്പൊ ഏതായാലും പണി നടക്കുകയാണ്. കോഴിക്കോട് നമ്പർ 1 സ്റ്റേഷനായി വരും എന്നൊക്കെയാണ്. അതിന്റെ ഏതായാലും വലിയ ഒരു രീതിയിലേക്കൊക്കെ വരും. ആ സമയത്ത് ഇതും കൂടി ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ടാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Milma ice cream, friends in 3 flavors. മലബാർ മേഖലയിൽ ആദ്യമായി ആധുനിക ഡിജിറ്റൽ പ്രിന്റിംഗ് മെഷീനറികളുടെയും അച്ചടി അനുബന്ധ മെഷീനറികളുടെയും വിപുലമായ പ്രദർശനം 2025 ഒക്ടോബർ 3, 4, 5 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കോഴിക്കോട് കലായി കൺവെൻഷൻ സെന്റർ. പ്രവേശനം സൗജന്യം. Bobby Chamanur International Jeweler. Wow, epic. ഇത് പൊളിക്കും. എവിടെ അവിടെ ഇത് വേറെ ലെവലാണ്. സൗത്ത് ഇന്ത്യ ഇന്നേ വരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കോഴിക്കോട്. ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെയും ഹോം അപ്ലയൻസുകളുടെയും കിച്ചൺ അപ്ലയൻസുകളുടെയും
എപ്പിക് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കോഴിക്കോട് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയുടെ എപ്പിക് കളക്ഷൻസ്, എപ്പിക് ഓഫർ, എപ്പിക് വിലക്കുറവ്. ഈ വരുന്ന സെപ്റ്റംബർ 20 രാവിലെ 10 മണിക്ക് കോഴിക്കോട് തൊണ്ടയാട് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഞങ്ങൾ എത്തും. നിങ്ങളുണ്ടാവില്ലേ? മൈജി ഫ്യൂച്ചർ, തൊണ്ടയാട് ജംഗ്ഷൻ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഓണം നന്മയുടെ ആഘോഷമാണെന്നും ഓണത്തിലൂടെ നന്മയുടെ മൂല്യങ്ങൾ നിലനിർത്താനും കഴിയുന്നുണ്ടെന്നും ഹൈബി ഈഡൻ MP. ഇൻകാസ് ഷാർജയുടെ ഓർമ്മകളിൽ ഓണം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ഇൻകാസ് ഷാർജയുടെ ഓണാഘോഷ പരിപാടി ഓർമ്മകളിൽ ഓണം ഷാർജ RK കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു. ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഒരുപോലെ കാണണമെന്നാണ് മഹാബലി പറഞ്ഞതെന്ന് അദ്ദേഹം ഓർമ്മിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരെയും ചടങ്ങിൽ ആദരിച്ചു. ഇൻകാസ് ഷാർജ പ്രസിഡന്റ് KM അബ്ദുൽ മനാഫ് അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി MM നസീർ, സെക്രട്ടറി KP നൌഷാദ് അലി, ഇൻകാസ് IOC ഗ്ലോബൽ കോർഡിനേറ്റർ മഹാദേവൻ വാഴശ്ശേരിൽ, ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര, ട്രഷറർ ഷാജി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ശിങ്കാരിമേളം, പായസ മത്സരം, ഓണസദ്യ, പുലിക്കളി, തെയ്യം, തിരുവാതിര, മാർഗം കളി, ഒപ്പന, ഘോഷയാത്ര തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. RJ ദീപക്കും സംഘവും അവതരിപ്പിച്ച മ്യൂസിക്കൽ ഷോയും അരങ്ങേറി. ആയിരത്തിലധികം പേർ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട്ടെ പ്രമുഖ ജ്വല്ലറിക്കെതിരെ രാജ്യദ്രോഹ കുറ്റാരോപണവുമായി ജനശക്തി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ. വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യയെ പാകിസ്ഥാൻ ഒറ്റപ്പെടുത്തുമ്പോൾ കേരളം ആസ്ഥാനമായ പ്രമുഖ ജ്വല്ലറി ഷോറൂം ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾക്ക് പേരുകേട്ടവരെ പങ്കെടുപ്പിച്ച നടപടി അതീവ ഗുരുതരവും അപലപനീയവുമാണെന്ന് ജനശക്തി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ അഭിപ്രായപ്പെട്ടു. മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യയുടെ സംസ്കാരത്തെയും ആചാരങ്ങളെയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളെ പങ്കെടുപ്പിച്ച നടപടി പരിശോധിക്കണം. രാജ്യത്തിന്റെ ഐക്യതയെയും സുരക്ഷയെയും ബാധിക്കുന്ന ഇത്തരം ബന്ധങ്ങളും സഹകരണവും അപകടകരമായ പ്രശ്നമാണ്. ഇത് ജ്വല്ലറിയുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഷയത്തിൽ ജ്വല്ലറിക്കെതിരെ അടിയന്തരമായി കേസ് രജിസ്റ്റർ ചെയ്ത് സമഗ്രമായ അന്വേഷണം ഉണ്ടാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. NIA-ക്കും അതുപോലെ തന്നെ നടക്ക പോലീസ് സ്റ്റേഷനിലും ഇന്ന് പരാതി നൽകിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നശേഷിക്കാരുടെ വ്യാജ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി കൊടുക്കുന്നതും വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി കരസ്ഥമാക്കുന്നതും സർക്കാർ തലത്തിൽ അന്വേഷിക്കണമെന്ന് മലബാർ ബദിര അസോസിയേഷൻ. ഭിന്നശേഷിക്കാർക്ക് അർഹതപ്പെട്ട ജോലി വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നേടിയെടുക്കുന്നത് കുറ്റകരമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സമുചിതമായി അന്താരാഷ്ട്ര ആംഗ്യഭാഷാ വാരവും അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനവും സമുചിതമായി ആചരിക്കുന്നുണ്ട്. ഈ വരുന്ന 28-ാം തീയതി ഞായറാഴ്ച നളന്ദ ഓഡിറ്റോറിയത്തിലും ഈ ആംഗ്യഭാഷാ വാരത്തിന്റെ പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ എന്നുള്ള നിലയ്ക്ക് 23-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ബീച്ചിലും ഒരു വലിയ ഈ ഒരു ഭാഷയുടെ പ്രചരണാർത്ഥമുള്ള ഒരു ക്യാമ്പയിൻ തന്നെ സംഘടിപ്പിക്കുകയാണ്. മലബാർ ബദിര അസോസിയേഷന്റെയും ഡ്രീം ഓഫ് അസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 23-28 തീയതികളിൽ ബീച്ച് ഫ്രീഡം സ്ക്വയറിലും നളന്ദ ഓഡിറ്റോറിയത്തിലും വെച്ച് അന്താരാഷ്ട്ര ആംഗ്യഭാഷ ബദിര ദിനം വിപുലമായ പരിപാടികളോടെ ആചരിക്കുമെന്ന് മലബാർ ബദിര അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സെപ്റ്റംബർ 23-ന് ചൊവ്വാഴ്ച ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ നടക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം അസിസ്റ്റന്റ് കമ്മീഷണർ A. ഉമേഷ് നിർവഹിക്കും.
സെപ്റ്റംബർ 28 ഞായറാഴ്ച നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ബദിര ദിനാചരണത്തിൽ അസോസിയേഷൻ ചീഫ് പേട്രൺ അഡ്വക്കേറ്റ് മഞ്ചേരി എസ് സുന്ദർരാജ് പതാക ഉയർത്തും. വിദ്യാർത്ഥിനികളുടെ കലാമത്സരങ്ങളുടെ ഉദ്ഘാടനവും ബദിര വിദ്യാർത്ഥി അബ്ബാസിനുള്ള ചികിത്സാ സഹായം കൈമാറലും നടക്കും. സമാപന സമ്മേളനവും സമ്മാനദാനവും MLA അഹമ്മദ് ദേവർകോവിൽ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ചീഫ് ഓർഗനൈസർ R ജയന്ത്കുമാർ, ജനറൽ കൺവീനർ CK ബാലകൃഷ്ണൻ, ഇന്റർപ്രറ്റർ രാജീവ് കോളിയോട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ ഡെഫ് ഡേ, ഇന്റർനാഷണൽ ഡെഫ് ഡേ 52 വർഷമായി തുടർച്ചയായിട്ട് ആചരിച്ചു വരികയാണ്. കഴിഞ്ഞ 26 വർഷമായിട്ട് മലബാർ അസോസിയേഷനും ആചരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. Bobby Chamanur International Jeweler. മലബാർ മേഖലയിൽ ആദ്യമായി ആധുനിക ഡിജിറ്റൽ പ്രിന്റിംഗ് മെഷീനറികളുടെയും അച്ചടി അനുബന്ധ മെഷീനറികളുടെയും വിപുലമായ പ്രദർശനം 2025 ഒക്ടോബർ 3, 4, 5 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കോഴിക്കോട് കലായി കൺവെൻഷൻ സെന്റർ. പ്രവേശനം സൗജന്യം. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഗാന്ധി ജയന്തിക്ക് മുന്നോടിയായി റെയിൽവേ സ്റ്റേഷനിൽ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ നടത്തി. സ്റ്റേഷൻ ഡയറക്ടർ ബർജാസ് മുഹമ്മദ് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം മുതൽ ഒക്ടോബർ 2 വരെ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണ ശുചീകരണ പരിപാടികൾ സംഘടിപ്പിക്കും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഡയറക്ടർ ബർജാസ് മുഹമ്മദ് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് പ്രചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേഷൻ മാനേജർ CK ഹരീഷ് അധ്യക്ഷനായിരുന്നു. ഒക്ടോബർ 2 വരെ വിവിധ പരിപാടികളോടെ ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഈ ശുചിത്വത്തിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ക്യാമ്പയിൻ വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പബ്ലിക് പാർട്ടിസിപ്പേഷൻ, NGOs, ക്ലബ്സ്, എല്ലാവരെയും, സമൂഹത്തിന്റെ എല്ലാ വിവിധ തുറകളിലുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ഒരു ശുചിത്വത്തിന്റെ നമ്മുടെ ഒരു കൾച്ചർ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു മെസ്സേജാണ് ഇന്ത്യൻ റെയിൽവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. റെയിൽവേ DMO ഡോക്ടർ ബ്രയോൺ ജോൺ, ലയൺസ് ക്ലബ്ബ് നോർത്ത് കേരള കമ്മ്യൂണിക്കേഷൻ വിഭാഗം ചെയർപേഴ്സൺ TG ബാലൻ, മലബാർ നേത്രാലയ MD ഡോക്ടർ KS ചന്ദ്രകാന്ത്, ഡെപ്യൂട്ടി സ്റ്റേഷൻ മാനേജർ MK വിനോദ് കുമാർ, ലയൺസ് ക്ലബ്ബ് ഓഫ് കാലിക്കറ്റ് ഈസ്റ്റ് സെക്രട്ടറി V സഞ്ജീവ് എന്നിവരും സംസാരിച്ചു. ശുചിത്വ ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അസമിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് തൗഫീഖ് മമ്പാട്. അസമിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവരെ സന്ദർശിച്ച് മടങ്ങിയെത്തിയതായിരുന്നു തൗഫീഖ്. സംഘപരിവാറിന്റെ സമ്പൂർണ്ണ വർഗീയ ഫാഷിസമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇതിനെതിരെ പ്രതികരിക്കണമെന്നും തൗഫീഖ് ആവശ്യപ്പെട്ടു.
യഥാർത്ഥത്തിൽ ഇപ്പോഴും ആസാമിൽ എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ ഒരു പൂർണ്ണ വിവരം നമുക്കിപ്പോഴും കിട്ടുന്നില്ല. കാരണം ആ പ്രദേശങ്ങൾ മുഴുവൻ ഇങ്ങനെ കുടിയൊഴിപ്പിക്കപ്പെട്ട പ്രദേശങ്ങൾ മുഴുവൻ വളഞ്ഞ് പോലീസ് സംവിധാനങ്ങൾ തടഞ്ഞ് ഒരു പത്രപ്രവർത്തകനെയോ ഒരു ആക്ടിവിസ്റ്റിനെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെയോ നേതാക്കളെയോ ഒന്നും കടത്തിവിടാത്ത വിധത്തിൽ അവിടുന്ന് വരുന്ന വാർത്തകളൊക്കെ മുഴുവൻ കൊട്ടിയടച്ച് ഇങ്ങനെ വരുന്നവര് മുഴുവൻ തടങ്കലിൽ വെച്ച് ഇപ്പൊ ഞങ്ങൾ തന്നെ രാവിലെ മുതൽ രാത്രി വരെ ഏകദേശം 8 മണിക്കൂറോളം ഞങ്ങൾ തടങ്കലിലാണ്. തടങ്കലിൽ നിന്ന് മാത്രമല്ല, ഈ 8 മണിക്കൂറോളം അവിടുത്തെ വലിയ ജില്ലാ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നിരന്തരമായ പല സ്വഭാവത്തിലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ അവിടുന്ന് വരുന്ന വാർത്തകളും അവിടുത്തെ സംഭവങ്ങളും എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അതിന്റെ നേർ വാർത്തകൾ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. അതും കൂടി കണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ആ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി കൊളത്തറ കാലിക്കറ്റ് ഓർഫണേജ് ALP സ്കൂൾ JRC യൂണിറ്റിന് റഹിമാൻ ബസാറിൽ പ്രവർത്തിക്കുന്ന കരുണ ഹെൽപ്പ് ലൈൻ സംഘടന വീൽ ചെയർ കൈമാറി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ NC അബ്ദുള്ളക്കുട്ടിയും JRC അംഗങ്ങളും ചേർന്ന് വീൽ ചെയർ സ്വീകരിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ക്ലാസുകളിലും മറ്റ് സ്കൂൾ പരിപാടികളിലും പങ്കെടുക്കുന്നതിന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വീൽ ചെയർ ഏറെ സഹായകരമാകുമെന്ന് കരുണ ഹെൽപ്പ് ലൈൻ പ്രസിഡന്റ് താസിം പറഞ്ഞു. ചടങ്ങിൽ JRC കൗൺസിലർ അനസ്, NM ഷെരീഫ്, KC സിറാജ്, KC സലീം, ഫസീല, ഷക്കീറ, VP ബഷീർ, PP ഷറഫുദ്ദീൻ, റഫ മറിയം, ഷഹല എന്നിവരും സംസാരിച്ചു. റേഷൻ വിതരണ പ്രശ്നം, വൈദ്യുതി നിരക്ക്, PFA ലൈസൻസ്, മലിനീകരണ പ്രശ്നം, ലൈസൻസ് പുതുക്കൽ, മായം ചേർക്കൽ, തൊഴിൽ നികുതി, കെട്ടിട നികുതി, ലീഗൽ മെട്രോളജി തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുമുള്ള ദുരനുഭവങ്ങൾ കാരണം പല മില്ലുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്ന് കേരള സംസ്ഥാന ചെറുകിട റൈസ് ഫ്ലോർ ആൻഡ് ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. സർക്കാരിൽ നിന്നും ന്യായമായി കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാക്കനിയായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ മേഖലയുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ശക്തമായ സമ്മർദ്ദം ചെലുത്താനുമായി അസോസിയേഷന്റെ സമ്പൂർണ്ണ സമ്മേളനം സെപ്റ്റംബർ 21-ന് കോഴിക്കോട് ഗുജറാത്തി ഹാളിൽ ചേരും. ഇരുവള്ളൂരിലെ കണ്ടംവള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹത്തിന്റെ ബ്രോഷർ പ്രകാശനം കവിയും സംഗീതജ്ഞനും പ്രഭാഷകനുമായ ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. മലബാർ മെഡിക്കൽ കോളേജ് ചെയർമാൻ അനിൽകുമാർ വള്ളിൽ ബ്രോഷർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചാത്തനാട്ടില്ലത്ത് രാമചന്ദ്രൻ നമ്പൂതിരി, മാനേജിംഗ് ട്രസ്റ്റി മധുമനത്താനത്ത്, സെക്രട്ടറി MK ഹരീന്ദ്രനാഥ്, ചെയർമാൻ രാജൻ പുനത്തിൽ, കൺവീനർ T രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഡിസംബർ 21 മുതൽ 28 വരെയാണ് സപ്താഹം നടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർമ്മാണ മേഖലയിലെ വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിക്കുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ. ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കമ്പ്യൂട്ടർ സെന്റർ 2025-26 വർഷ കോഴ്സുകളുടെ ബ്രോഷർ പുറത്തിറക്കി. ഓണം നന്മയുടെ ആഘോഷമാണെന്നും ഓണത്തിലൂടെ നന്മയുടെ മൂല്യങ്ങൾ നിലനിർത്താൻ കഴിയുന്നുണ്ടെന്നും ഹൈബി ഈഡൻ MP. കോഴിക്കോട് കോർപ്പറേഷന്റെ വയോജനോത്സവത്തിൽ ആട്ടവും പാട്ടുമായി മുതിർന്ന പൗരർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.